സുധിച്ചേട്ടൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കാരണം സുധിച്ചേട്ടൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ വീട്ടിൽ താമസിക്കുക, കുഞ്ഞുങ്ങളെ സ്വന്തം എന്താ പറയുക നന്നായിട്ട് നോക്കുക, നന്നായിട്ട് അവരെ പഠിപ്പിക്കുക, അവരെ മുന്നോട്ട് വളർത്തുക. ഇതൊക്കെയായിരുന്നു എൻ്റെ സുധിച്ചേട്ടൻ്റെ സ്വപ്നം. അത് ഞാൻ എന്തായാലും ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിന് ഏട്ടൻ്റെ മീശ അയ്യോ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹെയർ, മീശ, കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ് യു സുധിച്ചേട്ടാ, മിസ് യു മിസ് യു മിസ് യു. യെസ്, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. രേണു സുധിയുടെ എന്ന് പറയുന്നില്ല, രേണുവിൻ്റെ ഏറ്റവും പുതിയ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല. ആ സ്റ്റോറി കണ്ടു വന്നവരാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് എന്താണ് ആ ഒരു സ്റ്റോറി കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ വളരെ ഫേവറേറ്റ് ആളായിരുന്നു അല്ലെങ്കിൽ ആളാണ് രേണു സുധിയെങ്കിൽ ആ സ്റ്റോറി, അതിലെഴുതിയ വാചകങ്ങളല്ല, എനിക്കിതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് അടിക്കും. ആ ഒരു പാട്ട്, അതായത് രേണു സുധി വരനെ തേടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വരനെ തേടുന്നു പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പോസ്റ്റ് വായിക്കാം. അതിനിട്ടിട്ടുള്ള പാട്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു? അതിലേക്ക് വരാം. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു, 2 വർഷം 5 മാസം എന്നെ എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളെ വേണം എന്ന് തോന്നിത്തുടങ്ങി. ലവ് തീയെ ഇളി, ഒരു കൂട്ട് വേണം എന്ന് മനസ്സ് ആഗ്രഹിക്കുക. യെസ്, ഇതിൻ്റെ പാട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കേട്ടോ. ഹസ്ബൻഡ് താൻ പോയാച്ച്, സസ്പെൻഡ് താന്ന് പറഞ്ഞിട്ടുള്ള, എന്താ പറയുക, പോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവർ കാലാകാലം ഇങ്ങനെ വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ളതൊന്നും ആരും പറയുന്നില്ല. ഓക്കെ, ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അവർ വിവാഹം കഴിക്കാതിരിക്കുക ഇതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ രേണു സുധിയുടെ കേസിൽ എന്തുകൊണ്ട് നമ്മളിത് സംസാരിക്കുന്നു എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ, സീരിയസ്ലി ആ ഒരൊറ്റ കാര്യമാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ കാരണം. ഇവരുടെ പഴയ ഇൻ്റർവ്യൂസ്, വീഡിയോ, പിന്നെ അവർ ആ അലമാര തുറന്നിട്ടുള്ള പ്രഹസനം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള നമ്മളുടെ മുന്നിലേക്ക് ഇതുപോലെ ഒരു സ്റ്റോറി, ആ സ്റ്റോറിക്ക് ഇതുപോലത്തെ ഒരു പാട്ട് വയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്നെപ്പോലുള്ള ഏതൊരു വ്യക്തിയും പ്രതികരിക്കും. ഞാൻ ഇവരുടെ ഈ സുധി മരിച്ചതിന് ശേഷം ഇവർ കല്യാണം കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ പറയുന്നു ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. എൻ്റെത് ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ ആയിക്കൊള്ളുന്നില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരു കാലാകാലം അങ്ങനെ നടക്കണമെന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ, എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഇതിൽ ഇത്രയേ ഉള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാട്ടും വെച്ച് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടിട്ട് അത് ചെയ്യുന്നത് മരിച്ചു പോയിട്ടുള്ള ആ വ്യക്തിയോട് ഒരു തരിയെങ്കിലും സ്നേഹം, ഇത് വെറുതെ എന്താ വെച്ചാൽ നമ്മളാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ, കഴിവോ ഇതൊന്നുമല്ല, ആൾക്കാരെ കൊണ്ട് തന്നെയാണ്. ആ ആക്കിയിട്ടുള്ള ആൾക്കാരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന രീതിയിലുള്ള രേണു സുധിയുടെ, പിന്നെ ഞാനത് പറയുന്നു, രേണുവിൻ്റെ അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ്റെ, പി ഉണ്ടോ അറിയില്ല, രേഷ്മ തങ്കച്ചൻ്റെ ആ ഒരു കൊഞ്ഞനം കുത്തലാണ്. യെസ്, എന്തായാലും ഞാൻ 1-2 ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. കാരണം ജോഷ് ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ പ്രോഗ്രാമിൽ രേണു ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഇൻ്റർവ്യൂ അല്ല, അവരവരുടെ ജീവിത കഥ പറഞ്ഞു. ഈ നാട്ടിലുള്ള മലയാളികളുടെ ഇടയിലുള്ള എല്ലാ വിധവകളുടെയും റെപ്രസെൻറ്റേറ്റീവായിട്ട് സ്വയം അവരെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അവരതിനനുസരിച്ച് ജോഷ് ടോക്സിൽ വളരെ വികാരഭരിതയായിട്ട് വന്ന് സംസാരിക്കുന്നു. ഇത് കണ്ടിട്ട് ഒരുപാട് പേര് അതിനിടയിലിട്ട കമൻസൊക്കെ ഉണ്ട്. ആ കമൻറ്റുകളൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്ത്, ഇവരുടെ അന്നത്തെ വീഡിയോ റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവേത് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അന്നത്തെ വീഡിയോ പ്ലേ ചെയ്യാം. ഇവർ വിവാഹം കഴിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല കേട്ടോ, വീണ്ടും ഞാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ പറയുമായിരിക്കാം, കാരണം പണ്ടത്തെ സ്ഥിരം ഡയലോഗാണ്, നീ ചിലവിന് കൊടുക്കുമോ, നിങ്ങൾ ചിലവിന് കൊടുക്കുമോ. ഈയിടെയായിട്ട് കാണിച്ചു കൂട്ടുന്ന സോഷ്യൽ മീഡിയയിലെ കോപ്രായങ്ങൾ കംപ്ലീറ്റ് ബോറാണ്, അശ്ലീലുണ്ട്, വളരെ മോശമാണ്.
എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും. ഇനി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നതെങ്കിൽ വളരെ മോശം. സീരിയസ്ലി എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ജോഷ് ടോക്സിലുള്ള ആ ഒരു എൻ്റെ ആഗ്രഹങ്ങൾ, സ്വപ്നം എല്ലാം എന്നിലൂടെയും എൻ്റെ മക്കളിലൂടെയും സബലീകരിക്കണം എന്ന് തോന്നി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ പറയുന്നത്, അയ്യോ അവൾ ഇതേണ്ട ഒരു വർഷം. അന്ന് ഞാൻ കേൾക്കുന്നതാണ്, ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ മനസ്സിൻ്റെ സന്തോഷം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ആശ്വാസത്തിന് ഞാനൊരു റീൽസ് ഇടുമ്പോൾ, അതെ അവൾ ഇതേണ്ട അടുത്ത വർഷം അവൾ വേറെ കല്യാണം കഴിക്കും, ആ മൂത്ത കുഞ്ഞിനെ, അവളുടെ കുഞ്ഞല്ലല്ലോ, ആ മൂത്ത കുഞ്ഞിനെ അവൾ ഉപേക്ഷിക്കും. പക്ഷേ ഈ പറയുന്നവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, 18 വയസ്സുള്ളൊരു കുഞ്ഞാണ് എൻ്റെ കൂടെ. അവൻ എന്നെ ആ 11ാമത്തെ വയസ്സിൽ അമ്മ എന്ന് വിളിച്ചതാണ്. എൻ്റെ സ്വന്തം മോൻ തന്നെയാണ്, അവനും അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അതുപോലെ ആദ്യമൊക്കെ വിഷമം വന്നിങ്ങനെ കേട്ടപ്പോൾ അവനെ ഞാൻ ഉപേക്ഷിക്കും, ഞാൻ വേറെ കെട്ടും. പക്ഷേ എന്നിട്ടും ആദ്യം വിഷമം വന്നെങ്കിലും ഞാൻ പിന്നെ മുന്നോട്ട് ഞാൻ ചിന്തിച്ചു, ഈ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, നമുക്ക് ആരുടെയും വായൊന്നും മൂടിക്കെട്ടാൻ പറ്റത്തില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകും, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ മുന്നോട്ട് തന്നെ. അന്നത്തെ ഈ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടുള്ള രേണു സുധി വിവാഹം തീരുമാനിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം എസ്പെഷ്യലി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ അന്ന് ആ ആണ്ട് വരെയും അവരെ അത്രയധികം നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ ഞാൻ അവസാനം വരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. പലരും ഇതിനെ വിമർശിക്കുന്ന സമയത്ത് അവസാനം പിന്നെയും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഞാൻ അവർ ജീവിതമല്ലേ, അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നുള്ള കണ്ടീഷനിൽ വരെ വീണ്ടും പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ആൽബോ കഥ എന്തായാലും മനസ്സിലാവണില്ല, കള്ളുഷാപ്പിൻ്റെ അതിൻ്റെ അണിയറയിൽ നടക്കുന്ന സംഭവം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ആ ചെക്കൻ്റെ കൂടെ, ആ താടിക്കാരൻ ചെക്കൻ്റെ കൂടെ കാണിച്ചു കൂട്ടുന്ന വൃത്തികേട് തന്നെ പറയാം. സീരിയസ് ആയിട്ട് പറയാതിരിക്കാൻ വയ്യ. എന്നെ സംബന്ധിച്ച് എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് അത് ശുദ്ധ വൃത്തികേടായി തോന്നി. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ തിരിച്ച് തോന്നിയിരിക്കാം. പക്ഷേ ഒരു സ്ത്രീകൾ യോജിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരും. അതല്ലെങ്കിൽ ജീവിതത്തിൽ ആർക്കും സംഭവിക്കാം. ഒരാളുടെ ഇഷ്ടപ്പെട്ട വ്യക്തി, നമ്മളെ പാർട്ട്ണറുടെ മരണം ഒക്കെ ജീവിതത്തിൽ ആർക്കും സംഭവിക്കാം. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കോർണറിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം, പിന്നെ ഒന്നുമില്ലാതെ ഇരിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ പാടില്ല, അങ്ങനെ ഒന്നും പറയുന്നില്ല. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നതിന് മനസ്സിലാവും. പക്ഷേ ഇതല്ല. കഴിഞ്ഞ കുറച്ചൊരു മാസമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ രേണുവിൻ്റെ ടോപ്പിക്ക് തൊടാതിരുന്നായിരുന്നു. പലരും ചെയ്തിട്ടും വ്യൂസ് ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ടുകൂടി ഞാൻ രേണുവിൻ്റെ ടോപ്പിക്സ് ഒഴിവാക്കാനുള്ള കാരണം പോട്ടെ എന്തെങ്കിലും കാണിച്ചോട്ടെ. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ ഒരു കൊട്ടിക്കലാശം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പര്യവസാനം പോലെയാണ് ഇപ്പോൾ രേണു ഇട്ടിട്ടുള്ള പോസ്റ്റ്. വളരെ മോശമായിപ്പോയി. ഇനി ബാക്കി കേൾക്കാം. പിന്നെ ഞാൻ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കാരണം സുധിച്ചേണ്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ വീട്ടിൽ താമസിക്കുക, കുഞ്ഞുങ്ങളെ സ്വന്തം നന്നായിട്ട് നോക്കുക, നന്നായിട്ട് അവരെ പഠിപ്പിക്കുക, അവരെ മുന്നോട്ട് വളർത്തുക. ഇതൊക്കെയായിരുന്നു എൻ്റെ സുധിച്ചേണ്ട സ്വപ്നം. അത് ഞാൻ എന്തായാലും ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിന് മുന്നോട്ട് തന്നെ പോകും. സുധിച്ചേണ്ട സ്വപ്നത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു നല്ല ജോലി കിട്ടണമെന്നുകൊണ്ട് ഞാൻ എന്തായാലും പഠിച്ചു കഴിഞ്ഞ് ജോലി ഞാൻ മേടിക്കും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തായാലും ജീവിക്കും. പിന്നെ മറ്റുള്ളവർ പറയുന്ന ഒരു പൊട്ട് തൊട്ടാൽ അത് പ്രശ്നമാകും. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ സുധിച്ചേട്ടൻ മരിച്ചു പോയെന്ന് നിങ്ങളാണ്. ഇവളെ വായെന്ന് ഇപ്പോൾ ഈ എൻ്റെ സുധിച്ചേട്ടൻ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അരോചകമായി തോന്നുന്നു. പണ്ടൊക്കെ അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയും അതിന് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തി അതിനെ വിട്ടുപോയി. സ്വാഭാവികമായിട്ടും ആ ഒരു വാക്യൂം ഉണ്ടല്ലോ, അത് ക്രിയേറ്റ് ആവുന്ന വാക്യൂം വെച്ചിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും പറയും നമ്മളെ കൂടെ അത്രയും ദിവസം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അല്ലേ. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ, ഈ ഒരു ജോഷ് ടോക്സിൽ ഇതിൻ്റെ സംസാരം ഇന്ന് കാണുന്ന സമയത്ത് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യുക. എൻ്റെ സുധിച്ചേട്ടൻ എനിക്ക് ഒന്നാമെന്ന് വെച്ചാൽ ആ ഹസ്ബൻഡ് താൻ പോയാച്ച് സസ്പെൻഡ് താൻ ആയാച്ച് പറഞ്ഞിട്ടുള്ള ആ പാട്ടും കൂടി. പക്ഷേ എനിക്കത് മരിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൾ മരിച്ചു പോയി, പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ ഏട്ടൻ, ഞാനൊരു പൊട്ട് തൊടാതെ ഏട്ടൻ്റെ കൂടെ പോകുമ്പോൾ ഏട്ടൻ പറയും, വാക്കുട്ട എന്താ നീ പൊട്ടൊക്കെ വരുന്നത്. ഇതൊക്കെയാണ് വിമർശകർ പറയുന്നത്. പക്ഷേ അതിലും ഉപരിയെ വേറെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഏറ്റവും വിഷമം വന്നത് ഞാൻ വേറെ കെട്ടും, ഞാൻ പൊട്ട് തൊട്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആ മൂത്ത കുട്ടിയെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഉപേക്ഷിച്ചിട്ട് വേറെ ലൈഫിലേക്ക് പോകും. ഈ ആൾക്കാരുടെ ഈ വിമർശകർ പറയുന്നതാണ് ഇതൊക്കെ. ഇത് എനിക്ക് വട്ടാണ്, മാനസിക രോഗമാണ്. സുധിച്ചേട്ടനോട് പറഞ്ഞു അവളെ എന്തിനാണ് കല്യാണം കഴിച്ചത്, അവൾക്ക് വട്ടല്ല. ഓക്കെ, ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ എടുക്കാനുള്ള റീസൺ എന്താണെന്നറിയാം. ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ വന്നിട്ടുള്ള അന്നത്തെ ഈ ഒരു ജോഷ് ടോക്സിലുള്ള ഇവരുടെ സംസാരം, ഇത് ഇന്ന് വളരെ കൃത്യമായിട്ട് കണ്ടറിയാം രേണു ഇത് പക്ക ഫേക്ക് ചെയ്തതാണ്. എനിക്ക് ഫീൽ ചെയ്യട്ടോ, അങ്ങനെ ഫീലായി തുടങ്ങി.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കാരണം എന്താ വെച്ചാൽ അന്ന് അവർ സംസാരിച്ച സമയത്ത് അതിനടിയിൽ വന്ന കമൻ്റ് കേട്ടോ, വിധവകൾക്ക് മാത്രമേ ഒരു വിധവയെ മനസ്സിലാകൂ മോളെ, ആരും വിധവയാകാതിരുന്നെങ്കിൽ. എത്ര വിഷമം തോന്നിയിട്ടുള്ളൊരു കമൻ്റാണ് ആ എഴുതിയിട്ടുള്ളത്. ആ ഒരു സ്ത്രീ എഴുതിയ കമൻറ്റ്. രേണുവിനും മക്കൾക്കും നല്ലതേ വരൂ, ധൈര്യമായി മുന്നോട്ട് പോകൂ. ഒരു മിനിറ്റ്. മാഡം കരഞ്ഞില്ലെങ്കിലും ഞാൻ കരഞ്ഞുപോയി. ഇനിയും ഒരുപാട് വർഷം നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സുധിച്ചേട്ടൻ ഒരിക്കലും മറക്കില്ല. സുധിച്ചേട്ടനോട് ഇഷ്ടമുള്ളവരുടെ മനസ്സിൽ എന്നും സുധിച്ചേട്ടനോട് സ്നേഹം ഉണ്ടാവും. രേണുവിൻ്റെ സംസാരം കേട്ടാൽ തന്നെ കരച്ചിൽ വരും പാവം. ആ മക്കളുമായി സന്തോഷമായി അനേക വർഷങ്ങൾ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് നല്ലൊരു അമ്മയായും മക്കൾ ആ അമ്മയ്ക്ക് നല്ലൊരു മക്കളായും ജീവിക്കണം. അന്നത്തെ സംസാരത്തിൽ നിന്ന് കേട്ട്, അന്നത്തെ ആ ഒരു സംസാരം, വിധവകളെ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു സംസാരം, ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞാൽ, ആ ഒരു സംസാരവും ഇന്നിട്ടിട്ടുള്ള ഈ ഒരു സ്റ്റോറി, ഇനി രേണു തന്നെ രേണുവിൻ്റെ ചാനലിൽ ഒരു ദിവസം ഭയങ്കര പ്രഹസനമായിട്ട് വന്നിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, ഞാൻ പ്ലേ ചെയ്യാം. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്ന സൂചിച്ചേണ്ട ഷൂസാണ്. ഒരുപാട് ഷൂസ് ഉണ്ടെങ്കിലും എല്ലാം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഷൂസ്. അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം എനിക്ക് എൻ്റെ സൂചിച്ചേണ്ട ഓർമ്മയ്ക്കായിട്ട് ഒരെണ്ണം വേണം, അല്ലെങ്കിൽ കാരണം അതെല്ലാം പൊടിഞ്ഞു പോയി എന്ന് ഇതിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ച ഷൂസാണ്. എൻ്റെ ഏട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ മാച്ച്. സുധിച്ചേട്ടൻ്റെ ഷൂസ്. ഇതിപ്പോൾ ആൾക്കാരിപ്പോൾ ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഈ ഒരു ന്യൂസിനെ പറ്റി പല ആൾക്കാരും ഈ ഒരു സ്റ്റോറി പല മറുനാടൻ മലയാളി, അങ്ങനെ മനോരമ, ഇവരൊക്കെ ഷെയർ ചെയ്ത് കണ്ടു ഫേസ്ബുക്കിൽ. ഇതിനടിയിലൊക്കെ വന്നിട്ടുള്ള കമൻറ്റുകളിൽ ഒരു കമൻറ്റാണ്, സ്പ്രേ ഇനി എന്ത് ചെയ്യും, പുതിയ ആളെ അടിച്ചു കൊടുക്കുമോ, പുതിയ ആൾക്ക് അടിച്ചു കൊടുക്കുമോ, അതേപോലെ സുധിച്ചേട്ടൻ്റെ ഡ്രസ്സ് കത്തിച്ച് കളയുമായിരിക്കുമല്ലേ, അല്ലെങ്കിൽ ഡ്രസ്സ് ഇനി വാഷ് ചെയ്യുമായിരിക്കുമല്ലേ, ഇനി സ്മെല്ലിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിലുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. ഇനി വിവാഹം കഴിക്കാതിരിക്കുകയൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയാണ് വീണ്ടും ഈ ഒരു പ്രഹസനം കാണിച്ചതെങ്കിൽ വളരെ മോശമാണെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. നമ്മളുടെ ഒന്നും ഈ വാക്കുകളോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഷി ഡസൻ കെയർ. അവർക്കൊരു വിഷയമല്ല അത്, അവർക്കൊരു വിഷയം തന്നെ അല്ല അത്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ വളരെ മോശമാണ്, വളരെ 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 മോശമാണ് എന്ന് മാത്രം പറയുന്നു. വിവാഹം കഴിക്കാതിരിക്കുകയൊക്കെ അവരിഷ്ടം. പക്ഷേ ഈ രീതിയിലുള്ളത്, പ്ലസ് അതിന് വെച്ചിട്ടുള്ള ഒരു പാട്ട്, ഹസ്ബൻഡ് താൻ പോയാച്ച്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് അകാലത്തിലൊരു ആക്സിഡൻറ്റിൽ ഒരുപാട് വേദന സഹിച്ച് മരിച്ചതാണ് അല്ലേ. ഇതൊക്കെ എഴുതുന്ന സമയത്ത് ആ വ്യക്തിയിലുണ്ടായൊരു മകനുണ്ട്, 10-22 വയസ്സ്, 21-22 വയസ്സ്. അവനും ഇനി വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല, അവൻ്റെ കഥ എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു മകനുണ്ട്. അവനെന്താണ് അവനെന്താണ് മനസ്സിലാ, അവന് എങ്ങനെയാണ് ചെക്കനൊക്കെ ജീവിക്കുന്നില്ല മുന്നോട്ട്, എനിക്കറിയില്ല. എങ്ങനെയാണ് അവനൊക്കെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുക. സാധാരണ ഇതിൻ്റെയൊക്കെ 100-1 ഉണ്ടായാൽ തന്നെ മനുഷ്യനെ എങ്ങനെ തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റും, മുഖത്ത് നോക്കാൻ പറ്റും നാലാളുടെ. ഇനി എങ്ങനെയാ ചെക്കൻ നോക്കുന്നത്? ആ സ്റ്റോറിയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പരിചയമുള്ള ആരെങ്കിയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച പരിചയം കട്ട് ചെയ്തേനെ. ആ കുട്ടികൾക്കെങ്കിലും ഇതൊക്കെ കാലാകാലം സോഷ്യൽ മീഡിയയിൽ ഇവിടെ കിടക്കുകയെ. എന്നിട്ട് പറയുന്ന വർത്താനം എന്താ വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർക്ക് എന്നെ വിറ്റ് ജീവിക്കുന്നു. അതെ, നിങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ ഒരു മനുഷ്യനും കാണാനില്ല. അങ്ങനെ നല്ലത് പറഞ്ഞ് ഒടുങ്ങിപ്പോയ ഒരുപാട് പേരിൽ പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ നേരെ മറിച്ച് നിങ്ങളെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാണാൻ ആളുണ്ട്, കാരണം കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. കാരണം നിങ്ങളെ ജനം വെറുത്തു തുടങ്ങി. ഈ സ്ത്രീനെ, രേണുവിനെ ജനം വെറുത്തു തുടങ്ങി. ഇപ്പോൾ ആ നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വീഡിയോസിനും റീച്ച് കുറവാണ്. അതായത് ഈ കള്ളുഷാപ്പിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന സംഭവം ഉണ്ടല്ലോ, പണ്ടൊക്കെ പൊക്കി പിടിച്ചവരെവിടെയാണാവോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.